നമ്മൾ ഈ നെഗറ്റീവും പോസിറ്റീവും എന്ന് കേട്ടിട്ടുണ്ടോ? നെഗറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ എന്നൊക്കെ എപ്പോഴും എല്ലാവരും കിടന്ന് പറയുന്നതല്ലേ ഇല്ലേ? നമ്മൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുമ്പം നമുക്കൊരു ക്ഷീണം, തളർച്ച നമ്മുടെ വീട്ടിനകത്ത് കയറുമ്പോൾ ഒരു ഇഷ്ടമില്ലായ്ക തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് അല്ലേ? അതേസമയത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പം എല്ലാം കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെച്ചേക്കുന്നു, നല്ല വൃത്തിക്കിരിക്കുന്നു, എല്ലാ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിക്കിരിക്കണ ആകുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷം, ആ ഒരു രസം തോന്നും, ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വരും ഇല്ലേ? അങ്ങനെയുള്ള വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തോന്നില്ലേ, ആ നല്ല രസമുണ്ടല്ലേ വീട് കാണാൻ, നന്നായിട്ടല്ലേ വീടിട്ടേക്കണത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നല്ല വൃത്തിയുണ്ടല്ലോ വീടിനകം കാണാൻ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? ആ സമയത്ത് ചില വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവരെല്ലാം വലിച്ചു കയറിയിട്ട് അടുക്കളയിൽ കണ്ടോ പാത്രങ്ങൾ കൂട്ടിയിട്ടേക്കുക, ഒരു വൃത്തിയും തോന്നണില്ല എന്നൊക്കെ പറയും ഇല്ലേ? ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു മീൻ്റെ മണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു എന്തോ ഒരു ഉളുമ്പ് മണം പോലെ തോന്നുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയണതല്ലേ. അപ്പം അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത്. മറ്റേത് പോസിറ്റീവ് എനർജിയാണ്. ചിലരുണ്ട് എന്തെല്ലാം സാധനങ്ങൾ കിട്ടിയാലും പൊട്ടിപ്പൊളിഞ്ഞാണേലും വീടിൻ്റെ മൂലയിലേക്ക് കൂട്ടിയും കിട്ടേക്കും ഇല്ലേ? അവരുടെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പോലും നമുക്കൊന്നും ഒരു വൃത്തി തോന്നില്ല. എപ്പോഴും കാടും പിടിച്ച് അടിയില്ല വാരും ഇല്ലാതെ കിടക്കണ പോലെ തോന്നും. അവിടെയും നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ മനുഷ്യരിലേക്ക് വന്നിട്ടുണ്ടല്ലോ, രാവിലെ എണീറ്റ് നല്ല കുളിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അത്യാവശ്യം വീട്ടിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ നടക്കുക എന്ന് കാണുമ്പം നമുക്കൊരു സന്തോഷമല്ല. അവരെ കാണുമ്പം ഒരു ഐശ്വര്യം, അവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ അവരെ കാണാൻ നല്ല ഐശ്വര്യമല്ലേ, ആ അമ്മേനെ കാണാൻ നല്ല രസമല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ. ഇതാണ് നെഗറ്റീവും പോസിറ്റീവും. പിന്നെ ചിന്താഗതികൾ വേറെയാണ്. അതായത് നല്ല ചിന്തകൾ ഉള്ളതും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് കേട്ടോ. ചിലർ ഏത് സമയം നെഗറ്റീവ് തന്നെ, ഒന്നുമില്ലേ, കടമാണേ, സാമ്പത്തികമല്ലേ, മക്കളങ്ങനെയാണ്, ഭർത്താവ് അങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെ എണ്ണി 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 തത്ത പറയും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവിടെയും നെഗറ്റീവ് എനർജി കേട്ടോ. അത് അവരെ കൊണ്ട് ഒരു നല്ല വാക്ക് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, അവരോട്ട് പറയുകയില്ല. അവർക്ക് എപ്പോഴും ഇല്ലായികയും വല്ലായികയാണ് പറയാൻ ഏറ്റവും ഇഷ്ടം. അപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ എന്താണോ ചിന്തകൾ, അതാണ് നെഗറ്റീവും പോസിറ്റീവും. നല്ല ചിന്തകളാണെങ്കിൽ, ശുഭചിന്തകളാണെങ്കിൽ അത് പോസിറ്റീവ്. അതല്ല അതിനകത്തൊരു അശുഭ ചിന്തകളാണെങ്കിൽ, എല്ലാത്തിനെയും മോശമായിട്ട് കാണുന്നതാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും ഇല്ലേ? അങ്ങനെ ഒത്തിരിയുണ്ട്. എപ്പോഴും പിള്ളേരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണവർ, പിള്ളേരെ കുറിച്ച് മോശം, പിള്ളേർ കൊള്ളില്ല, പിള്ളേർ അങ്ങനെ, അവരുടെ പിള്ളേർ അങ്ങനെ തന്നെയായിരിക്കും. ഭർത്താവിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ ഭർത്താവ് അങ്ങനെയായിരിക്കും. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമുക്ക് ആരോഗ്യമില്ല, എനിക്ക് അസുഖ എപ്പോഴും അസുഖ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള മെയിൻ കാരണം. നമ്മൾ എന്താണോ നമ്മുടെ പുറത്തേക്ക് വിടുന്നത്, അതിൻ്റെയാണ് ഓപ്പോസിറ്റ് റിയാക്ഷനായിട്ട് നമ്മളിലേക്ക് തന്നെ വരുന്നത്. നമ്മൾ എന്ത് പുറത്തേക്ക് വിടുന്നു അതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇല്ലേ? അതാണ് നെഗറ്റീവും പോസിറ്റീവും. ഞാൻ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. വീടൊന്നും വൃത്തിയാക്കി ഒന്നും വെക്കില്ല, എന്നിട്ട് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പോലും ഇല്ലായകയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. വീടോ കളഞ്ഞിട്ടേക്കും, അതിൻ്റെ കൂടെ ഇല്ലായകയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. രാവിലെ എനിക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീടൊക്കെ ക്ലീനാക്കി നമ്മളും ക്ലീനായി നല്ല വൃത്തിക്ക് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വീട്ടിലൊരു എനർജി ഉണ്ടാവും, നമുക്കും ഒരു എനർജി ആയിരിക്കും ഇല്ലേ? അല്ലാണ്ട് നമ്മൾ ഏത് സമയം, ചിലരുണ്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉടനെ ഡ്രസ്സേ തൂക്കുക, അടുക്കളയിൽ എന്തെങ്കിലും പണിതിട്ടുണ്ടെങ്കിൽ അത് ഉടനെ നൈറ്റിയെ തൂത്ത് വയ്ക്കുക, എപ്പോഴും പാത്രമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം നനഞ്ഞ് കുതിർന്ന് നടക്കുന്ന സ്ത്രീകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ വേറൊരു നൈറ്റി എടുത്തിട്ടോന്നേ, അത് കഴിയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് വേറൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഐശ്വര്യം കൂടുതലുണ്ടാകും. നമുക്ക് വൃത്തിയും വെടിപ്പും എവിടെയുണ്ടോ അവിടെ ഒരു ഐശ്വര്യം കൂടുതലുണ്ടായിരിക്കും, അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെയാ ജീവിക്കണമെങ്കിൽ പോലും ഒരു ഏകാന്തത നമുക്ക് അനുഭവപ്പെടുകയില്ല ഇല്ലേ? അധികം പേരും എന്നെ കാണിക്കണമെന്ന് അറിയാവോ, ചുമ്മാ ഒരു പണിയും ചെയ്യില്ല, ഇങ്ങനെയൊക്കെ പണികളെല്ലാം ചെയ്തു വെച്ചു, അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചു, അതിനുശേഷം ചുമ്മാ ഏതെങ്കിലും മറ്റുള്ളവരെ നോക്കി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാണ്ടിരിക്കുക. നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ നല്ല മാർഗം ഉണ്ടെങ്കിൽ അത് മാത്രം പകർത്തിയെടുക്കുക. എന്താ വെച്ചാൽ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇല്ലാത്ത ഒന്നിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയ ശേഷം സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. അതാ വേണ്ടത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പം നമ്മളിലേക്ക് റിസൾട്ട്
പോസിറ്റീവായിട്ട് തന്നെ വരും. നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. അതേപോലെ എന്നാ പറയണേ, നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമുക്ക് സാധാരണ വീടുകളിൽ ഒക്കെ സ്ത്രീകൾക്കാണെങ്കിലും എല്ലാ പണിയൊക്കെ തീർത്ത് മിച്ചമുള്ള സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂലേ? ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ വീടെല്ലാം അടുക്കി പെറുക്കി വെച്ച് വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞു ഒരു ദിവസം ചെയ്താൽ മതി. അതല്ല, ഇനി പറ്റില്ലെങ്കിൽ ഒരു റൂം ചെയ്താൽ മതി. അങ്ങനെയൊക്കെ വൃത്തിയാക്കി വീടുകൾ വെക്കുക. അതിനുശേഷം എന്തെങ്കിലും നല്ല സാമ്പ്രാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയർ ഫ്രഷ്നറോ എന്തെങ്കിലുമൊക്കെ അടിച്ച് വീടിന് അകത്തൊരു സുഗന്ധമൊക്കെ ഉണ്ടാക്കി വെക്കുക. നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക. അപ്പം തന്നെ നമ്മൾ നോക്കി ആ വീടിനകത്തേക്ക് ഐശ്വര്യം കയറി വരുന്ന കാണാൻ പറ്റും. ആവശ്യമില്ലാതെ തുണികൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി 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 ഇങ്ങനെ അലമാരി നിറച്ച് വയ്ക്കുന്ന സ്ത്രീകളുണ്ട്. ഒരു പ്രയോജനമില്ലാത്ത കാര്യം. നമ്മൾ എത്ര ഡ്രസ്സ് ഉപയോഗിക്കുന്നു ഇല്ലേ? അതിന് അങ്ങനെയൊക്കെയുള്ള പൈസകളൊക്കെ നമ്മൾ സേവ് ചെയ്യുക. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ RD ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും നല്ല നിക്ഷേപങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കുക. നമ്മുടെ ജീവിതം മാറി മറിയും. അപ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഉറപ്പായ കാര്യമാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഇല്ലേ 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 എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുക. മിക്ക സ്ത്രീകളുടെ സ്വഭാവമാണ് ഇല്ലേ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായ്ക തന്നെ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. ഉണ്ടെന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ എന്താണോ പുറപ്പെടുവിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമ്മളെ വേണം. നമുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഉള്ളത് ഇങ്ങോട്ട് നമ്മളിലേക്ക് വരാൻ ശ്രമിക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ സമയങ്ങളൊന്നും വേസ്റ്റാക്കി കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബ് ചാനലെങ്കിലും തുടങ്ങുക. അവനവന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കണ്ടെത്തിയിട്ട് അതിനകത്തിടുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്താൽ അപ്പം നമുക്ക് സമയം പോകും. നമ്മൾ പുസ്തകം വായിക്കുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതൊക്കെ നമുക്കിങ്ങനെ പറയുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ചുമ്മാ സമയം കളയാതിരിക്കുക. ഒരു സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചുമ്മാ ഇരിക്കണവരോടാട്ടോ ഞാൻ പറഞ്ഞത്. ജോലിയുള്ളവർ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീടൊക്കെ നന്നാക്കി ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. സങ്കടം കൊണ്ട് എന്താ നേടാൻ സാധിക്കുന്നത്? മറ്റുള്ളവരെ കണ്ടിട്ട് നമുക്ക് എന്താ നേടാൻ സാധിക്കുന്നത്? ഏകാന്തത എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഏകാന്തത ജീവിതത്തിൽ വരും. അതിനെ നമ്മൾ പോസിറ്റീവാക്കി എടുക്കാൻ വെക്കുക. അത് പണ്ടാണെങ്കിൽ നമുക്ക് ഞാനൊക്കെ ഓർക്കണ്ടേ, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ ഓടി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയും, അവരിന്നത് പറഞ്ഞു കേട്ടോ, അവരെങ്ങനെയാട്ടോ ചിന്തിച്ചേക്കണം, അവരിങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ എന്നോട് അദ്ദേഹം പറയുമായിരുന്നു, അത് സാരമില്ലാതെ പോട്ടെ, അവർ ചിന്തിക്കണ എന്നാ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന്. പിന്നീട് ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷനും അവരുടെ ക്ലാസ്സുകളും ഒക്കെ കൂടി കഴിഞ്ഞ പിന്നെ ഞാൻ എൻ്റെ സ്വഭാവം കഴിഞ്ഞ് ആരെന്ത് പറഞ്ഞാൽ നമ്മളെ എന്തിനാ ബാധിക്കണേ എന്നുള്ള ചിന്തയിലേക്കായി. നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാതെ എല്ലാവരും നന്നാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. നമുക്ക് നമ്മളെ നന്നാക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ സ്വഭാവമാണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരെ നമുക്ക് ആർക്കും നന്നാക്കാൻ സാധിക്കില്ല. അപ്പം നമ്മളെ തന്നെ മാറ്റം വരുത്തി വയ്ക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളോ ഒന്നും പോകാതിരിക്കുക. നമ്മളിലുള്ള നെഗറ്റീവുകളെല്ലാം എടുത്തു കളയാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. ആവശ്യമില്ലാത്ത വീട് നിറച്ച് സാധനങ്ങൾ മേടിച്ച് വയ്ക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾ നിർത്തുക. അത് തന്നെ നമ്മുടെ കയ്യിൽ എന്തോരം പൈസ ഉണ്ടാവും എന്നറിയാമോ? ചിലരുണ്ട് വീട് നിറച്ച് ഫർണിച്ചറായിരിക്കും, ഒരു പ്രയോജനമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഫർണിച്ചർ പോരെ നമുക്ക്, എങ്കിലും പിന്നെയും കാശ് കൊടുത്ത് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ വസ്ത്രങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് കുറച്ച് ജീവിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ സമ്പാദ്യങ്ങൾ വരികയും ചെയ്യും. ഉറപ്പായ കാര്യമാണ്. നിങ്ങളങ്ങനെയൊന്ന് ചെയ്തു നോക്കിക്കേ. ആവശ്യമില്ലാത്ത ഒത്തിരി പേരുണ്ട് മെസ്സേജ് അയക്കണ, വീടില്ല, താമസിക്കാൻ സൗകര്യമില്ല, അങ്ങനെ ഇങ്ങനെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾ ഇല്ലായ്ക വരാം ജീവിതത്തിൽ. അത് പലർക്കും പല രീതിയിലാണ് ഇല്ലായ്ക വന്നെ. അപ്പോഴൊക്കെ നമ്മളൊന്ന് ഓർത്ത് നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂന്നേ. നമുക്ക് ഒത്തിരി ഇല്ലായ്ക വന്ന് നമ്മളൊരു പണി കണ്ടുപിടിക്കുക. നമ്മുടെ ഹസ്ബൻഡ് ജോലി ചെയ്യേണ്ടത് നമ്മളും കൂടെ ജോലി ചെയ്ത ഒരു വരുമാനമായി. അതല്ല, അത് സേവ് ചെയ്യാൻ പണം എവിടെയെങ്കിലും സമ്പാദിച്ചൊക്കെ വെക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക. എന്തെങ്കിലും സാധനങ്ങൾ എന്നും കടയിൽ പോയി സാധനം മേടിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം മേടിച്ചാൽ മതി. കാരണം മാസങ്ങളോളം മേടിച്ച് വെച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വെച്ച് ചീഞ്ഞ് എടുത്തു കളയാനിട വരുത്തരുത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഴ്ചയിൽ മേടിക്കുക. അത് ഏതെങ്കിലും
സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ അതിന് ഓഫറൊക്കെ കാണും. അപ്പം അങ്ങനെയൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. ഈ എല്ലാ കാര്യവും ഇങ്ങനെ ഒന്ന് സമ്പാദിച്ച് നോക്കി നമ്മുടെ കയ്യിൽ മിച്ചം പൈസ വരും, ഉറപ്പായ കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മളങ്ങ് സേവ് ചെയ്താൽ ചിലവുകളൊക്കെ ഒന്ന് ചുരുക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി മറിയും. നമ്മളപ്പോൾ പറയും അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് പറയും, ഉറപ്പായ കാര്യമാണ്. അപ്പം അതിനെയാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അല്ലാണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നതാണ് ഞാൻ വാടക വീട്ടിലാണ്, എനിക്കൊന്നുമില്ല, എനിക്ക് പൈസയില്ല, ഞങ്ങൾക്ക് രോഗങ്ങളാണ്. ഈ ചിന്ത തന്നെ നമ്മൾ കളഞ്ഞേക്കുക. നമുക്ക് ചെറിയ ശാരീരിക അസ്വസ്ഥതകളുള്ള മനുഷ്യർ ഈ ലോകത്ത് എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും തന്നെ കാണും. അപ്പം നമ്മൾ അതിനകത്ത് പെട്ട് കിടക്കാണ്ടിരിക്കുക. നമുക്ക് അസുഖമാണെങ്കിൽ നമ്മൾ നല്ല അസുഖമാണെങ്കിൽ പോയി ചികിത്സിക്കുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിസ്സാര കാര്യം കൊണ്ട് പോകുന്നതാണെങ്കിൽ അതേ രീതിയിൽ അതിനെ ചികിത്സിക്കുക. അത് മരുന്നോ എന്തെങ്കിലും കഴിച്ചാൽ പോകുന്നെങ്കിൽ അത് ആ രീതി കഴിച്ചതിനെ ഭേദമാക്കുക. അതല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും അസുഖമെന്ന് പറഞ്ഞാൽ അസുഖം എന്ന് മാത്രമേ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വിടുന്നുള്ളൂ. അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരികയും ചെയ്യണേ. കടം എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വിടുന്നു. കടം നമ്മളിലേക്ക് അട്രാക്ട്, നമ്മൾ എന്താണോ അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ എപ്പോഴും കടമാ, എപ്പോഴും അസുഖങ്ങളാ, എപ്പോഴും ദാരിദ്ര്യമാ എന്നിങ്ങനെ പറയാണ്ടിരിക്കുക. അത് കളഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും, ഉറപ്പായ കാര്യം. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നല്ലത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ കൊടുക്കുക, പോസിറ്റീവായി സംസാരിക്കുക. ഒരിക്കൽ പോലും നമ്മുടെ നാവിൽ നിന്ന് നെഗറ്റീവ് വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് കയറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഭർത്താവിനോടാണേലും മക്കളോടാണേലും അച്ഛനോടാണേലും അമ്മയോടാണേലും പോസിറ്റീവ് മാത്രം നമ്മൾ സംസാരിക്കുക. അപ്പം നമുക്കിലേക്ക് ഒരു ഭയങ്കര ഒരു എനർജി വരും. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം കേട്ടോ. എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സാധനമുണ്ട്, അതൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടാകും. അപ്പം നമുക്ക് എന്നാന്ന് പറയണേ, നമുക്കൊരു നെഗറ്റീവ് ചിന്തകളൊക്കെ കുറയും നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തുമോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അവിടെയും പോസിറ്റീവ് എനർജി ഉണ്ടാകും. എക്സസൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ മുറ്റത്തിന് ചുറ്റും നടന്നാൽ പോലും മതി. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ അല്ലാതെ ദുഃഖിച്ചിരിക്കാനിട വരുത്തരുത്. ദുഃഖം ഒന്നിനും ഒരു പരിഹാരമല്ല. ദുഃഖിച്ചാൽ നമുക്ക് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ദുഃഖിക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അത് ബാധിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ചേക്ക് വേറൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് എന്താ അപ്പോൾ ഒന്ന് തോന്നും, അവർ ദുഃഖിക്കുകയാണല്ലോ എന്ന്. പിന്നെ നമ്മുടെ ആരെങ്കിലും മനസ്സിൽ വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ അത് കിടന്ന് നമ്മൾ തന്നെ രോഗികളായി തീരുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള പരിപാടിക്ക് പോവാതിരിക്കുക. ആവശ്യമില്ലാത്ത ദുഃഖങ്ങൾക്കൊന്നും ഒരു പ്രയോജനമില്ല. ചുമ്മാ ദുഃഖിച്ച് നമ്മുടെ സമയവും കൂടെ കളയാമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ നല്ല മിടുക്കനും മിടുക്കികളുമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അല്ലാണ്ട് ഇല്ലായ്കയും വല്ലായ്കയും അതും ഇതുമൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം കുളമാക്കാണ്ടിരിക്കുക. അതാണ് വേണ്ടത് കേട്ടോ. അസുഖങ്ങളോ കടബാധ്യതയോ ഇതൊക്കെ എല്ലാവർക്കും വീട്ടിയെടുക്കാൻ പറ്റുന്നതാണേ. അതിൽ നിന്നൊക്കെ എല്ലാവർക്കും മോചനം നേടാൻ സാധിക്കും. അതിൽ പെട്ടുകിടക്കാണ്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ അതിനൊക്കെ ഒരു മാർഗം. എല്ലാ സമയത്തും മനുഷ്യൻ ദുഃഖിതരല്ല, എല്ലാ സമയത്തും മനുഷ്യൻ സന്തോഷവാന്മാരുമല്ല, എല്ലാ സമയത്തും കടബാധ്യതയില്ല, എല്ലാ സമയത്തും രോഗങ്ങളും ഇല്ല. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതെല്ലാം മാറി മറിഞ്ഞു വരും, അത് മാത്രം ചിന്തിക്കുക. ഏത് സമയം മാറിപ്പോവും. വലിയ വലിയ അസുഖങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ ചികിത്സിച്ചാൽ മതി. അല്ലാത്തതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ അതിനുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് നമ്മൾ ഈ ആശുപത്രിയിൽ പോയാൽ തന്നെ പൈസ പോകും നമ്മുടെ കയ്യിൽ നിന്ന്. എന്തോരം രൂപ മേടിച്ചെടുക്കണം, ഇതായി സ്കാനിങ് ആയി ഇതായി എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പൈസകൾ കളയാതെ പരമാവധി സേവ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മളിരിക്കുന്ന പരിസരവും വൃത്തിയാക്കി വെക്കുക, നമ്മളും വൃത്തിയായിട്ട് ഈ സമയം ഇരിക്കുക. അപ്പം നമ്മളിലേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകളൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്ന് വെച്ചാൽ വലിയ ഇതല്ല, തലമുടിയൊക്കെ കെട്ടി നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നല്ല വീട്ടിൽ കൂടെ നടന്നു നോക്കിയേ, രാവിലെ കുളിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കേ, അവിടെ ഒരു പ്രത്യേക ഐശ്വര്യം. പെണ്ണുങ്ങളാ ഏത് വീടിൻ്റെ ഐശ്വര്യം അതറിയാവോ? ശരിക്കും നമുക്ക് മനസ്സിലാവും ആ വീടിന് വന്ന മാറ്റങ്ങൾ. ഒരു പ്രത്യേക ചൈതന്യമായിരിക്കും ആ വീട്ടിലേക്ക് കയറി വരുന്നവർക്കും തോന്നും. നല്ല രസമാണല്ലോ വീട്ടിലേക്ക് കയറി ചെന്നാൽ. അവിടുത്തെ അമ്മേനെ കണ്ടാൽ, അവിടുത്തെ ചേച്ചിനെ കണ്ടാൽ അടിപൊളിയാണ് പറയാൻ പാകത്തിന് നമ്മളായി വരണം കേട്ടോ. ഇതാ വേണ്ടത്. ഇതല്ലാണ്ട് വേറൊന്നുമില്ലാന്നേ. ഇതിനെയാ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വേറൊരു പോസിറ്റീവ് എനർജിയൊന്നും ഇല്ല. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുക. ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറുക. നല്ല ഐശ്വര്യമായൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ.